റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻമാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നഴ്സിംഗ് ജോബിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഞാൻ ആ വീഡിയോസ് ചെയ്തത് ഞാൻ ഡാൻമാർക്ക് ൻ്റേതായ അതോറിറ്റീസിനെ കോണ്ടാക്ട് ചെയ്ത് അവർ തന്ന മെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ മെയിൽ ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഷെയർ ചെയ്യാണ്. എസ്പെഷ്യലി ഞാനൊരു ഹെൽത്ത് വർക്കർ ആയതുകൊണ്ട് ഹെൽത്ത് വർക്കേഴ്സിനുള്ള ജോബ്സും കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു മെയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മെയിൽ അയച്ച് ചോദിച്ചപ്പോൾ അവർ എനിക്ക് തന്ന മെയിൽസിൻ്റെ ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ എന്താ പറയുക ഓരോ അവിടുത്തെ ഡാൻമാർക്കിലുള്ള ഓരോ കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇട്ടത്. അപ്പോൾ അവർ മെയിനായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ദ ഡാനിഷ് പേഷ്യൻ്റ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓതറൈസേഷൻ എടുക്കണം. ഓതറൈസേഷൻ എടുത്തതിന് ശേഷം നമ്മൾ ജോബ് നമുക്ക് തനിയെ കാണാം, അല്ലെങ്കിൽ നമ്മൾ ഒരു വർക്ക് പെർമിറ്റ് എടുത്തുകൊണ്ട് 6 മന്ത് വർക്ക് പെർമിറ്റ് എടുത്ത് അവിടെ വന്ന് നമുക്ക് ജോലി കാണാം. അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതൽ ആളുകൾക്കും ഉണ്ടായിരുന്നൊരു മെയിനായിട്ടുള്ളൊരു ഡൗട്ടാണ്. ഞാൻ പല സബ്സ്ക്രൈബേഴ്സും എൻ്റെ അടുത്ത് പേഴ്സണലിയും അതുപോലെ തന്നെ എന്താ പറയുക ഒരു വീഡിയോ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ ഐ നീഡ് ടു സ്പീക്ക് ഡാനിഷ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അവർ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നോ ആണ്. യു ഡു നോട്ട് ഹാവ് ടു സ്പീക്ക് എനി ഡാനിഷ് ബിഫോർ സൈനിങ് എ കോൺട്രാക്ട്, ഇംഗ്ലീഷ് വിൽ ഡു. അപ്പോൾ ഇംഗ്ലീഷ് ആണ് നമുക്കവിടെ മെയിനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. Some healthcare roles may require a certain Danish proficiency level. In most cases, Danish classes are provided free of charge by your new employer as part of your contract. Most Danes speak English fluently, but learning Danish is necessary for all healthcare personnel, as clear communication is crucial in healthcare. അപ്പോൾ ഡെൻമാർക്കിലേക്ക് വേണ്ടിയിട്ട് ജോലിക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം മെയിനായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക ഒത്തിരി ആളുകൾക്ക് എനിക്ക് തോന്നുന്നത് ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് തോന്നുന്നത് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അടുത്ത ഒരു പൊസിഷനാണ് നമ്മൾ ലൈഫ് ഇൻ ഡാൻമാർക്ക്, അതുപോലെ തന്നെ ന്യൂ ടു ഡാൻമാർക്ക്. ഈ ലൈഫ് ഇൻ ഡാൻമാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് വെച്ച് പറയാം. അതായത് ലൈഫ് ഇൻ ഡാൻമാർക്ക് ഈസ് എ ഒഫീഷ്യൽ സൈറ്റ് ഫോർ ന്യൂ കമേഴ്സ് ഓഫറിംഗ് പബ്ലിക് ഇൻഫർമേഷൻ ആൻഡ് പ്രാക്ടിക്കൽ ഗൈഡ് ടു തിങ്സ് as housing, pension, school, etc. It is administered by the Danish Agency for Digital Government. ലൈഫ് ഇൻ ഡാൻമാർക്കിൻ്റെ നമ്മുടെ ആ സൈറ്റ് വന്ന് നമുക്ക് തുറക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഡെൻമാർക്കിൽ ഞാനിപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഡെൻമാർക്കിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക്കലി നമുക്ക് വേണ്ടത്, എന്തൊക്കെ സർവീസസ് ആണ് വേണ്ടത്, അപ്പോൾ അത് റിലേറ്റഡ് അതിൻ്റെ ഒരു മെനു ഇവിടെ ഉണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിൽ മെയിനായിട്ട് സെറ്റിൽ ഇൻ ഡാൻമാർക്ക്, ഹൗസിംഗ് ആൻഡ് മൂവിങ്, വർക്കിംഗ്, ഫാമിലി ആൻഡ് ചിൽഡ്രൻ, മണി ആൻഡ് ടാക്സ്, സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ട്, പെൻഷൻ റൈറ്റ്സ്, ലീഷർ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഡിജിറ്റൽ സർവീസസ്. അപ്പോൾ നമുക്ക് എന്ത് കാര്യത്തെക്കുറിച്ചാണോ ഡൗട്ട് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡൗട്ടുകളൊക്കെ ഈ സൈറ്റിൽ പോയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ സെറ്റിൽ ഇൻ ഡാൻമാർക്ക് എടുക്കുകയാണെങ്കിൽ അപ്ലൈ ഫോർ ഡാനിഷ് സിറ്റിസൺഷിപ്പ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, അപ്ലൈ ഫോർ ഡാനിഷ് സിറ്റിസൺഷിപ്പ് പേപ്പർ ബേസ്ഡ് ആപ്ലിക്കേഷൻ ഫോം, അതിൻ്റെ ഡീറ്റെയിൽ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ആരൊക്കെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളുണ്ട്. ഇനി അടുത്തത് ഹൗസിംഗ് ആൻഡ് മൂവിങ്. അതിനകത്ത് നമ്മളുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ ലിവിങ് ഇൻ ഡാൻമാർക്കിൽ നമ്മളെ രജിസ്റ്റർ ചെയ്യുന്നത് അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യുന്നത്, അപ്ഡേറ്റ് യുവർ ഫോറിൻ അഡ്രസ്, അപ്ലൈ ഫോർ ഹൗസിംഗ് ബെനിഫിറ്റ്സ്, അപ്ലൈ ഫോർ ഹെൽപ്പ് വിത്ത് വെരി
high housing cost, apply for a resident deposit loan, order of residence certificate, register for name and address protection. അതിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും റെൻറ്റിങ് ഹോംസിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ ന്യൂ റെസിഡൻസും ഡീറ്റെയിൽസും അതെല്ലാം തന്നെ ഈ ഹൗസിംഗ് ആൻഡ് മൂവിങ്ങിനകത്തുണ്ട്. ഇനി അതുപോലെ വർക്കിങ്ങിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളും ഹോളിഡേയ്സ് അലവൻസ്, സാലറി ഏണർ, സിക്നെസ്സിൻ്റെ ബെനിഫിറ്റ്സ്, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് അതിൻ്റെ ബെനിഫിറ്റ്സ് അങ്ങനെയുള്ളതും. നോർമൽ വർക്കിംഗ് അവേഴ്സ് ആർ എഗ്രീഡ് ടു 37 hours പെർ വീക്ക്. പിന്നെ ഹോളിഡേ അലവൻസ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ വർക്കിംഗ് അവേഴ്സ് നോർമലി 37 hours ആണ്. പിന്നെ ഓവർ ടൈം ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു നമുക്ക് സൈറ്റിൽ കിട്ടും. ഇനി അടുത്തത് ഫാമിലി ആൻഡ് ചിൽഡ്രൻസ് ബേസ്ഡ് കാര്യങ്ങളിൽ അപ്ലൈ ഫോർ എ സർട്ടിഫിക്കറ്റ് ഫോർ പേഴ്സണൽ ഡാറ്റ, എൻറോൾ യുവർ ചൈൽഡ് ഇൻ ഡേ കെയർ, apply for a income based daycare allowance, apply for allowance for looking after your own child, apply to get married in Denmark, apply to get married abroad, maternity and paternity leave, apply for family adoption, apply for stranger adoption, apply for step child adoption. ചൈൽഡ് കെയർ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ചൈൽഡ് കെയർ ഫെസിലിറ്റീസിൽ മെയിനായിട്ട് എന്തൊക്കെ ചൈൽഡ് ബെനിഫിറ്റ്സ് ആണുള്ളത്. ഓൾമോസ്റ്റ് ഓൾ ഡാനിഷ് ഫാമിലീസ് യൂസ് ചൈൽഡ് കെയർ ഫോർ ചിൽഡ്രൻ 0 to 6 years old. അപ്പം നമ്മളുടെ മുനിസിപ്പാലിറ്റിയിൽ നമ്മളുടെ ചിൽഡ്രനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഈ ചൈൽഡ് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, ചൈൽഡ് കെയർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇതിപ്പോൾ ലാസ്റ്റ് 26th ജൂണിലുള്ള അപ്ഡേഷൻസ് ആണ് കേട്ടോ ഞാനിതിവിടെ തന്നിരിക്കുന്നത്. പിന്നെ മണി ആൻഡ് ടാക്സിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളുടെ ടാക്സിൻ്റെ നോട്ടീസും കാര്യങ്ങളും ഇൻഡിവിജ്വൽ ബെനിഫിറ്റ്സും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷൻ, എൻറോൾ യുവർ ചൈൽഡ് അറ്റ് സ്കൂൾ, എൻറോൾ യുവർ ചൈൽഡ് ഇൻ എ ആഫ്റ്റർ സ്കൂൾ സ്കീം, അപ്ലൈ ഫോർ അഡ്മിഷൻ ടു അപ്പർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അപ്ലൈ ഫോർ അഡ്മിഷൻ ടു ഹയർ എഡ്യൂക്കേഷൻ. പിന്നെ ഗ്രാൻഡ് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അങ്ങനത്തെ, പിന്നെ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ പ്രൈമറി സ്കൂൾ, ഹയർ എഡ്യൂക്കേഷൻ, ഡെൻമാർക്ക്, ഇതെല്ലാം തന്നെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഹെൽത്ത് കെയർ ആണ്. ഓർഡർ എ ന്യൂ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ്, അപ്ലൈ ഫോർ സ്പെഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ്, അപ്ലൈ ഫോർ ഫ്യൂണറൽ ബെനിഫിറ്റ്സ്. പിന്നെ ഇപ്പോൾ നമുക്കിത് വന്നിട്ട് ഒരു കാർഡ് കിട്ടും. ഇതാണ് ആ കാർഡ്. നമ്മളവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും. അപ്പോൾ നമുക്കതിനകത്ത് ട്രീറ്റ്മെൻറ്റും നാഷണൽ ഹെൽത്ത് കെയറും അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസും കിട്ടും. ഈ കാർഡിന് യെല്ലോ കാർഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മളൊരു മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അടുത്തത് വന്നിട്ട് ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ട്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. പിന്നെ അത് നമ്മൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ട് സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലൈസൻസ് ഒക്കെ അപ്ലൈ ചെയ്താൽ എന്നിട്ട് കാർ ഒക്കെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഡ്രൈവ് ചെയ്യാം. പിന്നെ അവിടുത്തെ ഒരു ഡെൻമാർക്കിൽ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ടുള്ളത്, ഡെൻമാർക്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, സൈക്കിള് ഉപയോഗിച്ച് ട്രാവൽ ചെയ്യുന്ന ആളുകൾ, അതായത് എക്കോ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ എന്താ പറയുക എക്കോസിസ്റ്റം വന്നിട്ട് മാക്സിമം കാർബൺ മോണോക്സൈഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് കാർബൺ ഡയോക്സൈഡ് അങ്ങനെ, അതായത് ഫ്യൂവൽസിൻ്റെ എനർജി യൂസ് ചെയ്യാണ്ട്, അതുമാത്രമല്ല ഹെൽത്ത് ബെനിഫിറ്റ്സിനും വേണ്ടിയിട്ട് സൈക്കിൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഏകദേശം 4.5 മില്യൺ ബൈക്സ് അവിടെ, ബൈക്ക് എന്ന് പറയുന്നത് അവിടെ സൈക്കിളാണ്, സൈക്കിൾ ട്രാവൽ യൂസ് ചെയ്യുന്ന ആളുകൾ, അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള പാത്വേ വരെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും കൂടി അവിടെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഡിസബിലിറ്റി പെൻഷനുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് പെൻഷനുണ്ട്, അതായത് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉള്ള പെൻഷൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ പെൻഷൻസ് ആണ് ഉള്ളത് പെൻഷൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുണ്ട്.
അടുത്തത് റൈറ്റ്സ്. ഇപ്പോൾ നമുക്ക് വേണ്ട റൈറ്റ്സുകളും അതുപോലെ തന്നെ നമുക്ക് എലക്ഷന് വോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഒരു സെക്ഷനിലുണ്ട്. നമുക്ക് വോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ. പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ ലീഷ്യർ ആക്ടിവിറ്റീസും സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഡിജിറ്റൽ സർവീസസ്, ഡിജിറ്റൽ പോസ്, മീറ്റ് മീറ്റ് ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു ഐ ഡി ഉണ്ട്. ഇത് ഡെൻമാർക്ക് നാഷണൽ ID ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് രജിസ്റ്റേർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒത്തിരി സർവീസസും കാര്യങ്ങളൊക്കെ ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടണതാണ്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിനൊക്കെ വേണ്ട എന്തൊക്കെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. മിറ്റ് ID എന്ന് പറഞ്ഞിട്ടുള്ളൊരു ID ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്തൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ലൈഫ് ഇൻ ഡെൻമാർക്കിൻ്റെ ഈ സൈറ്റ് വന്നിട്ട് ഞാൻ എന്താ പറയുക, ഈ എൻ്റെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ഡെൻമാർക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ഈ ഒരു ലൈഫ് ഇൻ ഡെൻമാർക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വായിച്ച് നോക്കി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഡെൻമാർക്കിലേക്ക് മൂവ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് യൂസ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, മെയിനായിട്ടും എൻ്റെ ചാനലിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ജോബ്സ്, അല്ലെങ്കിൽ ഒത്തിരി നല്ലതായെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനൽ വഴി മാക്സിമം ഷെയർ ചെയ്യാറുള്ളത്. ഒത്തിരി എൻ്റെ നഴ്സിംഗ് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ലൈഫ് ഇൻ ഡെൻമാർക്ക്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇത് റിലേറ്റഡ് ഒരു പിക്ചർ, ലൈഫ് ഇൻ ഡെൻമാർക്കിൻ്റെ ഡീറ്റെയിൽ. ഇത് ശരിക്കും ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ സൈറ്റാണ് കേട്ടോ.